ഇറാൻ്റെ കപ്പൽ റാഞ്ചലുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ വിവരങ്ങളൊക്കെ കേട്ടിരുന്നു. അപ്പോൾ ഇറാൻ ഒരു കപ്പൽ റാഞ്ചി, പക്ഷേ ആരുടെയാണെന്ന് അറിയില്ല. ഇപ്പോൾ കേൾക്കുന്നു അത് അസർബൈജാൻ്റെ പ്രസിഡൻറ്റിൻ്റെ ആണെന്ന്. അങ്ങനെയൊക്കെ ഒരു റാഞ്ചൽ നടക്കുമോ? നടന്നിട്ടുണ്ട്. അതായത് മാർഷൽ ഐലൻഡ്സ്, സാധാരണ നമ്മൾ ഈ എണ്ണ കടത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ ഗോസ്റ്റ് ഫ്ലീറ്റിനെ പറ്റി സംസാരിക്കാറുണ്ട്. അതെ, കപ്പൽ വ്യൂഹങ്ങൾ, പഴയ കപ്പലുകൾ വാങ്ങിച്ചിട്ട്, വൃദ്ധ കപ്പലുകളൊക്കെ വാങ്ങിച്ചിട്ട് രഹസ്യമായിട്ട് ഈ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രാജ്യങ്ങൾ, ദ്വീപുകളിലൊക്കെ പോയി ഇത് രജിസ്റ്റർ ചെയ്യും, വലിയ ചോദ്യമൊന്നുമില്ലാത്തത്. എന്നിട്ട് അതിൻ്റെ കൊടിയൊക്കെ വെച്ചിട്ട് ആണ് നടക്കുക. അപ്പോൾ ഇത് മാർഷൽ ഐലൻഡ്സിൻ്റെ കൊടിയുള്ള ഇന്ധന ടാങ്കർ, ഇന്ധന കപ്പൽ ആണ് ഈ പിടിച്ചിരിക്കുന്നത്. കപ്പലിൻ്റെ പേര് തലാറ. ഇത് മക്രാൻ തീരത്തിൻ്റെ അപ്പുറത്ത് വെച്ചാണ് ഇത് വെള്ളിയാഴ്ചയാണ് ഇത് റാഞ്ചിയത്. ഇത് 30,000 ടൺ പെട്രോ കെമിക്കലുമായിട്ട് സിംഗപ്പൂരിലേക്ക് പോവുമായിരുന്നു. ഇത് ഷാർജയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പോവുമായിരുന്നു. അപ്പോൾ ഹോർമുസ് കടലിടുക്കുണ്ടല്ലോ, അത് കടന്നപ്പോഴാണ് ഇത് ഇറാൻ്റെ IRGC പട്ടാളം, നാവികസേന എല്ലാവരും ചേർന്ന് പിടിച്ചത്. അപ്പോൾ UAEയുടെ തുറമുഖമായ ഗോർഫക്കാനിൻ്റെ അടുത്തൊക്കെ വെച്ച് ചെറിയ ബോട്ടുകൾ ചെന്നിട്ട് ഈ കപ്പലിനെ ഇറാനിലേക്ക് വഴിമാറ്റി കൊണ്ടുപോകുന്നതൊക്കെ ദൃശ്യങ്ങളായിട്ടുമൊക്കെ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതെന്തുകൊണ്ട് ഇറാനിലേക്ക് പോകുന്നു എന്നൊക്കെ ആളുകൾ അന്വേഷിച്ചപ്പോഴാണ് ഇത് വെറുതെ പോവുകയല്ല, വഴിമാറി പോവുകയല്ല, റാഞ്ചി കൊണ്ടുപോയതാണ് എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉള്ള വിശേഷം, ഈ കപ്പൽ ആരുടേതാണെന്ന് നോക്കണമല്ലോ. അപ്പോൾ നോക്കുമ്പോൾ ഇത് സൈപ്രസിലുള്ള പാഷ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ധനകാര്യ സ്ഥാപനം സൈപ്രസിൽ അവരുടേതാണ് എന്ന് കണ്ടെത്തി. അപ്പോൾ പാഷ ഫിനാൻസ് ആരുടെയാണെന്ന് നോക്കണമല്ലോ, എന്നാലേ ശരിക്കുള്ള ഉടമയെ കിട്ടുള്ളൂ. പാഷ ഫിനാൻസ് അസർബൈജാൻ്റെ പ്രസിഡന്റ് ഇൽഹം അലിയേവിൻ്റെ കുടുംബത്തിൻ്റേതാണ്. അലിയേവ് ഫാമിലി, അലിയേവ് കുടുംബത്തിന് ധാരാളം കപ്പലുകൾ, യാറ്റുകൾ, യാനപാത്രങ്ങൾ ഒക്കെ, ആഡംബര യാറ്റുകൾ ഒക്കെ ഉണ്ട് കുടുംബത്തിന്. എണ്ണക്കച്ചവടവും അവർക്ക് ഉണ്ട്. അപ്പോൾ ഇത് അനധികൃത എണ്ണക്കച്ചവടം നടത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ കപ്പൽ ഇറാൻ റാഞ്ചി കൊണ്ടുപോയിരിക്കുന്നത്. കോടതി ഉത്തരവുണ്ട് എന്നൊക്കെ ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ അലിയേവിന്, അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹം അലിയേവിന് ചരക്ക് കപ്പലുകൾ ധാരാളം ഉണ്ട്. അത് അസർബൈജാൻ്റെ തന്നെ സ്റ്റേറ്റ് ഓയിൽ കോർപ്പറേഷൻ അവരുടേതായിട്ടും ഈ കപ്പലുകൾ, പല കമ്പനികളുടേതായിട്ടുമൊക്കെ സ്വന്തം കപ്പലുകൾ, ചരക്ക് കപ്പലുകൾ, അത് ഈ പല സ്ഥലത്തും പല ഇത്തരം രാജ്യങ്ങളിലൊക്കെ ഈ ഭരണാധികാരികൾക്ക് കപ്പലുകളൊക്കെ ഉണ്ടാവുമല്ലോ. പണ്ട് സാമൂതിരിക്കും ചരക്ക് കപ്പലുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ചരക്ക് കപ്പലുകളിൽ നാവികരായിട്ട് മുസ്ലിങ്ങളെ അക്കാലത്ത് ധീരമായിട്ട്, ഇന്നത്തെ കാലാവസ്ഥയല്ലല്ലോ, കടലിലേക്ക് പോകാനായിട്ട് കിട്ടുള്ളൂ. അങ്ങനെയാണ് സാമൂതിരി മലബാറിലെ ഓരോ മുക്കുവ കുടുംബത്തിലും ഒരു പുരുഷനെങ്കിലും ഇസ്ലാമിൽ ചേർന്നിരിക്കണം എന്ന് തിട്ടൂരറക്കി. അങ്ങനെ ഉണ്ടല്ലേ? അങ്ങനെ ഇസ്ലാമിനെ മലബാറിൽ വളർത്തിയതിലൊരു പങ്ക് ഹിന്ദു രാജാവായ സാമൂതിരിക്കുണ്ട്. അപ്പോൾ ഇയാൾക്ക് ഉള്ള പ്രധാനപ്പെട്ട ഈ യാറ്റുകൾ അലിയേവിനുള്ളത് ഒന്ന് പ്രൈമ, അത് മെഡിറ്ററേനിയൻ കടലിൽ സഞ്ചരിക്കുന്ന യാനമാണ്. ട്രോപ്പിസ്, കാൻ ഫെസ്റ്റിവലൊക്കെ കാനിലേക്കുമൊക്കെ പോകുന്നതാണ്. പിന്നെ സെഡേഷൻ ഒരു യാറ്റ്, അത് കാസ്പിയൻ കടലിലാണ് ആ യാനം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിൻഡ് എന്ന് പറഞ്ഞൊരു യാനം, അത് തുർക്ക്മെൻ ബാഷി ഓയിൽ പ്രോസസ്സിംഗ് കോംപ്ലക്സിൻ്റെ ഉടമസ്ഥാവകാശം എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്, അലിയേവിൻ്റേതാണ്. അപ്പോൾ പാഷ ഫിനാൻസാണ് സൈപ്രസിലെ ഈ തലാറ ടാങ്കർ ഇപ്പോൾ ഇറാൻ പിടിച്ചുകൊണ്ടുപോയത്
ഉടമസ്ഥാവകാശമായിട്ട് കാണുന്നത്. അത് ലിമാസോളിൽ ആസ്ഥാനമായ കമ്പനിയാണ് പാഷ ഫിനാൻസ്, സൈപ്രസിലെ. ഒമാൻ ഉൾക്കടലിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഇറാൻ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അപ്പോൾ സിൽക്ക് വേ എയർലൈൻസ് എന്ന് പറഞ്ഞിട്ടൊരു എയർലൈൻസുമായി ബന്ധപ്പെട്ട അലിയേവിന് എയർ കാർഗോ കച്ചവടമുണ്ട്. എന്ന് പറഞ്ഞാൽ കടലിൽ മാത്രമല്ല ചരക്ക് നീക്കം, ആകാശത്തെ ചരക്ക് നീക്കവും അലിയേവിനുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കൻ പട്ടാളത്തിന് ഒക്കെ ചരക്ക് വിൽക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. സിൽക്ക് വേ എയർലൈൻസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അസർബൈജാൻ കാസ്പിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട് അലിയേവുമായി ബന്ധപ്പെട്ട്. അതിന് ഗഞ്ച ടാങ്കർ, റഷീദ് ബഹ്ബുദേവ് യാത്രക്കപ്പൽ ഒക്കെ ആ കമ്പനിക്കുണ്ട്. അപ്പോൾ IRGC ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ അലിയേവ് കുടുംബത്തിൻ്റെ കപ്പൽ ഞങ്ങൾ റാഞ്ചി എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അലിയേവ് കുടുംബത്തിൻ്റെ എന്ന് പറഞ്ഞില്ല, ഞങ്ങൾ അസർബൈജാൻ്റെ ഷിപ്പ് റാഞ്ചിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 30,000 ടൺ പെട്രോ കെമിക്കൽസ് ആണ് ഉണ്ടായിരുന്നത് ഉള്ളത്. അതിപ്പോൾ കാരണം ഇറാനിലെ തുറമുഖത്തുണ്ടല്ലോ. അതെ. അപ്പോൾ സിംഗപ്പൂരിലേക്ക് ആണത് പോയിക്കൊണ്ടിരുന്നത്. കൊളംബിയ ഷിപ്പ് മാനേജ്മെൻറ്റ് ആണ് ഇത് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് രേഖകളിൽ കാണാം. ഓപ്പറേഷൻ നടത്തുന്നത് കൊളംബിയ ഷിപ്പ് മാനേജ്മെൻറ്റ്, CSM, കൊളംബിയ ഷിപ്പ് മാനേജ്മെൻറ്റ്. ഷാർജയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പോകുമായിരുന്നു തലാറ എന്ന് പറഞ്ഞ ഈ കപ്പൽ. അതിൻ്റെ അകത്ത് ഹൈ സൾഫർ ഗ്യാസ് ഓയിൽ ഉണ്ട് എന്നും ഇറാൻ പറയുന്നുണ്ട്. അപ്പോൾ ഗോർഫാക്കാനിൽ നിന്ന് 22 നോട്ടിക്കൽ മൈൽ കിഴക്ക് വെച്ചിട്ടാണിത് റാഞ്ചിയത്. 3 ചെറിയ ബോട്ടുകൾ പോയിട്ടാണ് ഇത് പിടിച്ചടക്കി റാഞ്ചി കൊണ്ടുപോയത്. 2024 കഴിഞ്ഞ കൊല്ലവും ഇറാൻ ഒരു യുദ്ധക്കപ്പൽ ഇന്നലെ ഒരു എണ്ണക്കപ്പൽ ഇങ്ങനെ റാഞ്ചിയിരുന്നു. അത് ഇസ്രയേലിൻ്റെ എണ്ണക്കപ്പലായിരുന്നു. $1.07 മില്യൺ ട്രാൻസ്ഫർ ഇതുവഴിയൊക്കെ ഈ ഭീകരതയ്ക്ക് വേണ്ടി ഇസ്രയേൽ കൈമാറിയിട്ടുണ്ട്, ഈ കപ്പലിൻ്റെ ഉടമ കൈമാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇറാൻ ഇത് പിടിച്ചുകൊണ്ട് പോയത്. MSC ആരീസ് എന്ന് പറഞ്ഞ കപ്പലായിരുന്നു അത്. പോർച്ചുഗീസ് കൊടിയാണ് ആ കപ്പലിലുണ്ടായിരുന്നത്. സ്വിറ്റ്സർലൻഡിലെ ആസ്ഥാനമായിട്ടുള്ള ഷിപ്പിംഗ് കമ്പനിയാണ് MSC, അവിടുത്തെ പ്രധാനപ്പെട്ട ഷിപ്പിംഗ് കമ്പനി. ഇസ്രയേൽ സോഡിയാക് മാരിടൈം എന്ന കമ്പനിയുടെ കോസ്റ്റൽ ഷിപ്പിങ്ങിൽ നിന്ന് പാട്ടത്തിനെടുത്ത കപ്പലായിരുന്നു അത് എന്ന് കണ്ടെത്തിയിരുന്നു. ഇന്ധനം കള്ളക്കടത്ത് നടത്തുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇറാൻ അന്ന് ഇസ്രായേൽ കപ്പൽ പിടിച്ചുകൊണ്ട് പോയത്. ഈ അസർബൈജാൻ്റെ പ്രസിഡന്റിൻ്റെ കപ്പൽ എന്തിന് ഇറാൻ റാഞ്ചണം എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടല്ലോ. അതെ. അപ്പോൾ അസർബൈജാനും ഇറാനും തമ്മിലുള്ള ബന്ധം നമ്മൾ നോക്കണം. അത് ഇറാൻ അർമേനിയക്കൊപ്പമാണ്, ഇന്ത്യയും അർമേനിയക്കൊപ്പമാണ്. അതെ. അപ്പോൾ അസർബൈജാനെ സഹായിക്കുന്ന രാജ്യങ്ങളാണ് തുർക്കി പ്രധാനപ്പെട്ടത്, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളും ഒക്കെ. അപ്പോൾ ഇറാൻ അർമേനിയയുടെ കൂടെയാണ്. പ്രത്യേകിച്ച് നഗാർണോ കാരബാക്ക് യുദ്ധമാണല്ലോ അസർബൈജാനും അർമേനിയായിട്ട് പ്രധാനമായിട്ടും ഉണ്ടായിക്കൊണ്ടിരുന്നത്. ആ യുദ്ധത്തിന് ശേഷമാണ് ഇറാൻ പ്രധാനമായിട്ടും അസർബൈജാന് എതിരായത്. അപ്പോൾ അസർബൈജാനും ഇസ്രയേലും തമ്മിൽ ഇപ്പോൾ നല്ല സൗഹൃദമുണ്ട്. അതും ഇറാൻ്റെ അസർബൈജാനോടുള്ള ശത്രുതയ്ക്ക് കാരണമാണ്. പിന്നെയുള്ളത് ഇറാനും ഇസ്രയേലും തമ്മിൽ താമസിയാതെ വേറൊരു അടി ഉണ്ടാവും എന്ന് ഇപ്പോൾ ഈ പ്രതിരോധ വിദഗ്ധർ പറയുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് ഈ ഒരു ശത്രുരാജ്യത്തിൻ്റെ ഇന്ധന ടാങ്കർ റാഞ്ചി കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യവും അതിൽ പ്രധാനമായിരിക്കും. അപ്പോൾ ഇറാൻ്റെ കുറേ ഡ്രൈവർമാർ അസർബൈജാനിൽ
പിടിച്ച് ജയിലിലൊക്കെ ആക്കിയ ഒരു സംഭവമുണ്ട്. അസർബൈജാനിൽ ഈ ഇറാനിൽ അസർബൈജാൻ ന്യൂനപക്ഷം ഉണ്ട്. ഇറാനിൽ അസർബൈജാനികൾ കുറേ പേരുണ്ട്. അവരെ ഇറാൻ നന്നായിട്ടല്ല ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ള പരാതി അസർബൈജാനും ഉണ്ട്. അത് തമ്മിലുള്ള സംഘർഷം അവർ തമ്മിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ അസർബൈജാൻ ചുരുക്കത്തിൽ ഇറാൻ്റെ ഒരു ശത്രുരാജ്യമാണ്. അങ്ങനെ കാരണം ഇസ്രയേലുമായി നല്ല ബന്ധമാണ് അസർബൈജാനുള്ളത്. ഇസ്ലാമിക രാഷ്ട്രമാണെങ്കിൽ പോലും അവർ എംബസി തുടങ്ങുകയൊക്കെ ചെയ്തല്ലോ അവിടെ ജെറുസലേമിൽ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം. അതുകൊണ്ട് ആയിരിക്കണം അസർബൈജാൻ പ്രസിഡന്റിൻ്റെ കപ്പൽ റാഞ്ചിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.